സുചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് തെണ്ടി തിന്നാനായിട്ട് പാകിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് പോയത്. പാകിസ്ഥാൻ അവിടെ പോയിട്ട് അമ്മ തായേ വല്ലതും തരണേ എന്നാണ് എക്സാക്ട്ലി പറഞ്ഞത്. എനിക്ക് ആ പാക്കേജ് വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് തോന്നിയത്. അപ്പൊ സൗദി അറേബ്യ പറഞ്ഞു ഒരു കരാറിൽ ഒപ്പിടാം. ആ കരാർ പാക് നാറ്റോ കരാർ എന്ന് ഇനിമേൽ അറിയപ്പെടും. നമ്മുടെ ബാഹുബലിയിലെ ശിവഗാമി ദേവിയൊക്കെ പറയുന്നത് പോലെ. പാകിസ്ഥാൻ നോക്കിയപ്പോൾ കൊള്ളാം, നല്ലൊരു സാധനം. അതായത് എന്നെ ഇനി ആരെങ്കിലും അടിക്കാൻ വന്നാൽ സൗദി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പക്ഷെ സൗദി തിരിച്ചു ഒരു കാര്യം പറഞ്ഞു, നിന്നെ മാത്രമല്ല എന്നെ അടിക്കാൻ വന്നാൽ നീയും നോക്കണം. കാരണം നമ്മൾ അറബ് നാറ്റോ രൂപീകരിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് ആണവായുധമുള്ള ഒരേ ഒരു രാജ്യം നീയാണ്. അപ്പൊ പാകിസ്ഥാൻ പറഞ്ഞു പിന്നെ എന്താ ശരി, ആണവക്കൊട തരാം ഞാൻ എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. സൗദി നോക്കുമ്പോൾ കൊള്ളാം, ആണവക്കൊട. അപ്പോ യഥാർത്ഥത്തിൽ ബിജെപി ഇന്നലെ പറഞ്ഞു ഒരു കയറാണ് പാകിസ്ഥാന്റെ കയ്യിൽ സൗദി കൊടുത്തിരിക്കുന്നത്, പക്ഷെ അതിന്റെ അപ്പുറത്തൊരു തിമിംഗലമാണ് എന്നറിയാതെയാണ് പാകിസ്ഥാൻ ആ കരാറും മേടിച്ചുകൊണ്ട് തുള്ളിച്ചാടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. സൗദി ഓൾറെഡി ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ കാണിക്കുന്ന ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന അടി, ആ അടി ഞങ്ങൾ ഷെയർ ചെയ്യില്ല, ആ അടി പാകിസ്ഥാൻ തന്നെ മേടിച്ചു കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി എല്ലാ ടെററിസ്റ്റ് അറ്റാക്കിനാണ് പാകിസ്ഥാൻ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. കാരണം ഇപ്പം ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസറൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ഉടനെ തന്നെ വീണ്ടും ഒരു അടി പ്രതീക്ഷിക്കാമെന്നാണ് നമ്മുടെ അനിൽ ചൗഹാൻ പറയുന്നത്. പിന്നെ അടുത്ത കാര്യം, സൗദിക്ക് കിട്ടുന്ന അടി. സൗദി വളരെ മാന്യനായി നിന്നുകൊണ്ടാണ് ലോക രാജ്യങ്ങളെല്ലാം ഡീല് ചെയ്യുന്നത്. അതിന്റെ അടിയിൽ കൂടെ പണിയുകയാണ് എന്നെല്ലാവർക്കും അറിയാം. കാരണം ഈ പാകിസ്ഥാനിൽ ആണവ ബോംബുണ്ട്. ഈ ആണവ ബോംബ് ഉണ്ടാക്കാനായിട്ട് അതിന് ധനസഹായം കൊടുത്തത് സൗദി അറേബ്യയാണ്. ഇത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ബിചേട്ടൻ പ്രേക്ഷകർക്ക് അത് അന്ന് പ്രേക്ഷകരൊന്ന് പറഞ്ഞു ഇതെങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞു. അതായത് ഈ പാകിസ്ഥാന്റെ ആണവ നിലയത്തിൽ ഇന്ത്യ അടിച്ചപ്പോൾ നമ്മൾ നടത്തിയ ചർച്ചയിൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാന്റെ ആണവ ബോംബുകളെല്ലാം തന്നെ ഈ രാജ്യത്ത് നിന്ന് എടുത്തു മാറ്റുക. കാരണം ഈ രാജ്യം ഭീകരർ കയ്യാളും പോയി ഭീകരർക്ക് ആണവ ബോംബാണോ ഓലപ്പടക്കമാണെന്നോ യാതൊരുവിധ ധാരണയില്ല. അവരെടുത്ത് തലങ്ങും വിലങ്ങും വിടും. അപ്പൊ ഈ ആണവ ബോംബ് മൊത്തം സൗദിയിലേക്ക് മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇന്ത്യ അത് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചു അതെങ്ങനെ സൗദിയിലേക്ക് മാറ്റും, സൗദിയും പാകിസ്ഥാനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്. ഇപ്പോഴിതാ ആ ബന്ധം കുറച്ചുകൂടെ ഭംഗിയായിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് പാകിസ്ഥാന് സൗദി അറേബ്യ ധനസഹായം കൊടുക്കുന്നത് ആണവ ബോംബ് ഉണ്ടാക്കാനാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് പണ്ട് മുതലേ വന്നതാണ്, നമ്മൾ ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ്. അതായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ദീർഘകാല പരിചയമുള്ള മുൻ US നയതന്ത്രജ്ഞയായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്വിറ്ററിൽ എഴുതി, ഇസ്രായേൽ ഉൾപ്പെടെ മുഴുവൻ മിഡിൽ ഈസ്റ്റിലെയും ഏത് ലക്ഷ്യത്തിലേക്കും എത്താൻ കഴിയുന്ന ആണവായുധങ്ങളും ഡെലിവറി സംവിധാനങ്ങളും പാകിസ്ഥാനുണ്ട്. അതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് വിരമിച്ച പാക് ബ്രിഗേഡിയർ ആയിട്ടുള്ള ജനറൽ ഫിറോസ് ഹസൻ ഖാന്റെ പാകിസ്ഥാന്റെ ആണവായുധ പദ്ധതിയെക്കുറിച്ചുള്ള തന്റെ പുസ്തകമായിട്ടുള്ള ഈറ്റിംഗ് ദി ഗ്രാസ് മേക്കിംഗ് ഓഫ് ദി പാകിസ്ഥാൻ ബോംബിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് സൗദി അറേബ്യയാണ് പാകിസ്ഥാന് സമ്പൂർണ്ണമായിട്ടും ഈ ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ആണവ ബോംബ് ഉണ്ടാക്കാനാണ് എന്നാണ് ഇയാൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ സൗദിയാണ് ഇതിന് പിന്നിൽ. നമ്മളും സൗദിയായിട്ട് നല്ല ടേംസ് ആണ്. അപ്പോഴും നമുക്കറിയാം സൗദി നമുക്ക് അനുകൂലമൊന്നും അല്ല, മുസ്ലിം രാഷ്ട്രമാണ്, അതിൻ്റെതായിട്ടുള്ള ഒരു ബ്രദർഹുഡ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും എന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സൗദി പാകിസ്ഥാന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? എന്താണ് അങ്ങേയറ്റത്തുള്ള നീല തിമിംഗലം? പാകിസ്ഥാൻ മുച്ചൂട് മുടിയാൻ പോകുന്നു എന്നാണ് എനിക്കൊരു സൂചന കിട്ടുന്നത്. എന്താണ് സംഭവം? ഒരു സ്ഥലം കാണിച്ചുകൊണ്ട് രണ്ട് വമ്പൻ രാജ്യങ്ങളിൽ നിന്ന് പൈസ വാങ്ങിയ ടീംസാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബലൂചിസ്ഥാനെ കാണിച്ചുകൊണ്ട് ചൈനയുടെ നിന്ന് പൈസയും വാങ്ങി എയർപോർട്ടും കാര്യങ്ങളും ചെയ്തു. അതേ സ്ഥലം തന്നെ അമേരിക്കയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇപ്പൊ അമേരിക്കയ്ക്ക് അത് തീറതി കൊടുക്കാൻ പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷെ ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇന്നലെ അത് വലിയ വാർത്തയായിട്ട് നമ്മൾ കൊടുത്തിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന എല്ലാ മാധ്യമങ്ങളും അത് എടുക്കാഞ്ഞതുകൊണ്ടായിരിക്കും ഇതിനെ പലർക്കും അറിയില്ല. പക്ഷെ ഇന്നിപ്പോൾ കുറച്ചുകൂടെ അതിന് ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സൗദി അറേബ്യ രംഗത്തെത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ പറയുന്നത് ഏതെങ്കിലും ഒരു സംഭവമോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയമോ ഉയർത്തി കാണിച്ചിട്ടല്ല ഞങ്ങളും പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ ഈ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സൗദി അറേബ്യ ആദ്യമായിട്ട് ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്താണ് നമുക്ക് അനുകൂലം എന്ന് പറയാൻ കഴിയില്ല, ഭീകരവാദത്തിനെതിരെ സംസാരിച്ചത്. അതിനു മുമ്പൊന്നും പാകിസ്ഥാനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം തന്നെയാണ് സൗദി. അത് വ്യത്യാസമൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മളോട് നല്ലൊരു ബന്ധമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അതിൽ തന്നെ സൗദി അറേബ്യ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. നേരത്തെ ധനുഷ് സൂചിപ്പിച്ച പോലെ ഈ വൃത്തിയോട് കാണിച്ചിട്ട് അടി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അനങ്ങത്തില്ല എന്നാണ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് തീവ്രവാദമോ ഭീകരവാദമോ കാണിച്ചിട്ടാണ് എവിടെയെങ്കിലും കിട്ടുന്നതെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ചെയ്തതും നമ്മളത് വ്യക്തമാക്കിയിരുന്നു. നമ്മൾ ഒരു സിവിലിയൻസിനെ കൊല്ലുകയോ ഇല്ലെങ്കിൽ ഒരു രാജ്യം പിടിച്ചെടുക്കുകയോ ഒന്നല്ല ചെയ്ത, നമുക്കിട്ട് ആക്രമിച്ച ആളുകളെ അവരുടെ വീടുകളിൽ പോയി തീർക്കുക എന്നുള്ളതാണ്. അത് ഇനിയും നമ്മൾ തുടരും എന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇടപെടില്ല എന്നാണ് സൗദി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. ഒരുപക്ഷെ ഒരു പ്രസ്താവന ഇറക്കുമായിരിക്കും, അത്രയേ ഉള്ളൂ.
ഇന്ത്യയുടെ ബ്രഹ്മോസും ഒക്കെ സൗദി വാങ്ങാനുള്ള ചില കരാറുകളിലൊക്കെ ഒപ്പിട്ടിരുന്നു എന്നുള്ള വാർത്തയും നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ പെട്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ, കഴിഞ്ഞ ദിവസം വെച്ചാൽ ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും മജീദ് ബ്രിഗേഡിയർ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൈനയും പാകിസ്ഥാനും രംഗത്തെത്തി. ഇതിനെ അമേരിക്കയും ഫ്രാൻസും ഇതിനെ തടഞ്ഞു, വീറ്റോ ചെയ്തു. ഇതിന്റെ ഒരു പൊളിറ്റിക്സ് വളരെ രസകരമാണ്. അമേരിക്ക ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ആഗോള ഭീകര സംഘടനയുടെ പട്ടികയിലേക്ക് UN-ലേക്ക് ഇത് വരുമ്പോൾ അമേരിക്ക അന്ന് പ്രഖ്യാപിച്ച അമേരിക്ക നേരെ മലക്കം മറിയും. അതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ചൈനയെ സംബന്ധിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അങ്ങനെ പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ അവർ മുടക്കിയ മുതലെങ്കിലും തിരിച്ചവർക്ക് ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് കിട്ടുകയുള്ളൂ ചൈനയ്ക്ക്. അതാണ് ചൈനയുടെ മനസ്സിലിരിപ്പ്. അല്ലാതെ അവർക്ക് പാകിസ്ഥാനെ സഹായിക്കണമെന്നില്ല. പാകിസ്ഥാന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെ ഭീകര സംഘടനയാക്കി ആഗോളതലത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒതുക്കുന്ന കാര്യം എല്ലാവരും കൂടെ നോക്കിക്കൊള്ളുമല്ലോ എന്നാണ് അവരുടെ ചിന്ത. ഇത് രണ്ടും നടന്നില്ല. ഫ്രാൻസും അമേരിക്കയും അത് കയറി വെട്ടി. അപ്പോൾ ഇതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയ്ക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അഫ്ഗാനിസ്ഥാൻ, ചൈനയ്ക്ക് സമീപം, അവരുടെ ആണവ മിസൈലുകൾ നിർമ്മിക്കുന്നതിന് സമീപമുള്ള ഒരു എയർപോർട്ട്, വ്യോമതാവളം. അത് മുമ്പ് അമേരിക്ക പരിപാലിച്ചിരുന്ന ഒരു സാധനമാണ്. ഈ താലിബാൻ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് ഇന്നലെ ട്രംപ് UK വെച്ചിട്ട് UK പ്രധാനമന്ത്രിയുമായിട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. പക്ഷെ താലിബാൻ അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ കിടക്കുന്നു. ചൈനയുമായിട്ടും ഈ പറയുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അത്ര നല്ല ബന്ധമല്ല. അപ്പൊ ചോദിക്കും ഇന്നലെ എന്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇത് പറയുന്നത്? അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് ചൈനയുടെ. ഇനി ഇതിനകത്ത് വലിയൊരു വിചിത്രമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൂത്തി വിമതർ ഇടയ്ക്കിടയ്ക്ക് ആക്രമണം നടത്തുന്ന ഒരു സ്ഥലമാണല്ലോ സൗദി അറേബ്യ. അങ്ങനെ ഹൂത്തി വിമതർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇറാനുമായിട്ട് നല്ല സുഖത്തിലല്ല സൗദി അറേബ്യ. അത് മറ്റൊരു കഥ. കാരണം ഇറാൻ അവിടെ കിടക്കുന്ന എല്ലാവരെയും, ഇതിനകത്ത് മതപരമായ വിഷയങ്ങളുമുണ്ട്, സുന്നി ഷിയ പ്രശ്നങ്ങളുമുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ അറ്റാക്ക് ചെയ്ത രാജ്യമാണ് ഇറാൻ. ഇറാൻ ഇപ്പൊ പിന്നെ ഇച്ചിരി ഒതുക്കിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഹൂത്തി വിമതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. മുമ്പ് സ്ഥിരമായി 2019 അവരുടെ എണ്ണപ്പാടങ്ങളൊക്കെ തീയിട്ട സൗദി. അങ്ങനെ ഒരു അറ്റാക്ക് വന്നാൽ സ്വാഭാവികമായി തന്നെ പാകിസ്ഥാൻ ചാടി വീഴും. അങ്ങനെ പാകിസ്ഥാൻ ചാടി വീഴുകയാണെന്നുണ്ടെങ്കിൽ ഈ മേഖലയിലെ തന്നെ ജിയോ പൊളിറ്റിക്സുകൾ പാടെ മാറി മറിയും. ഇറാനുമായി നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പൊ ഇസ്രായേലിനെ പോലെ അമേരിക്കയെ പോലെ ചാടി വീഴാൻ പറ്റുന്ന ഒരു രാജ്യമല്ല പാകിസ്ഥാൻ. കാരണം അവർക്ക് ഇവരുടെ അയൽക്കാരാണ് ഇറാൻ. കാരണം ഈ അയൽക്കാരെ വെറുപ്പിച്ചുകൊണ്ട് വേണം ഈ ഹൂത്തികളെ വിമതരെ ഒതുക്കാൻ. അത് മാത്രവുമല്ല, ഇത് എർദോഗനെ ഒതുക്കാൻ വേണ്ടി കൂടിയാണ് സൗദി ഈ കളി നീക്കുന്നത്. കാരണം എർദോഗൻ അവിടുത്തെ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളുടെയും തലതൊട്ടപ്പനാകാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതിനകത്ത് ഒരുപാട് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമില്ല ഈ എർദോഗൻ ആ തലപ്പത്തേക്ക് വരും. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തിരുന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ഈ ഇസ്രായേൽ തുർക്കി സംഘർഷം മുറുകയാണ്. അത് നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും അത് കാര്യം ചെയ്യാത്തതുകൊണ്ടാണ് ആ വാർത്ത. ഇപ്പൊ ഞാൻ അതിന്റെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് നോക്കിയായിരുന്നു. ഇപ്പൊ ആക്ച്വലി ഈ ഇസ്രായേലിന്റെ 40% ക്രൂഡ് ഓയിലും വരുന്നത് ഈ പറയുന്ന തുർക്കി പോർട്ടുകൾ വഴിയാണ്. അപ്പം അവര് ഇത് ബാൻ ചെയ്തു. തുർക്കി പോർട്ടുകളെല്ലാം ഇനി ഇസ്രായേലുമായിട്ടൊരു ബന്ധമില്ല, വാണിജ്യം. അപ്പം ഇവരുടെ ഓയിലുകളും മറ്റുള്ള കാര്യങ്ങളും വരാത്തൊരവസ്ഥ വന്നു. അതിന് പിന്നീട് ഇസ്രായേലി പ്രസിഡന്റിന് തങ്ങൾക്ക് മുകളിൽ കൂടെ പറക്കാനുള്ള അനുമതി നിഷേധിച്ചു. ഇപ്പൊ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ സൈപ്രസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്, നാറ്റോ രാജ്യമല്ല. തുർക്കി യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്, നാറ്റോ രാജ്യമാണ്. അപ്പൊ ഈ സൈപ്രസിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത് പോരുന്നത്. ഒരു വ്യോമ പ്രതിരോധ സംവിധാനം കൊടുക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നു. തുർക്കി കയറി തടഞ്ഞു. പക്ഷെ ആ തടഞ്ഞിലൊന്നും ഇസ്രായേൽ വകവച്ചില്ല. പ്രതിരോധ സംവിധാനം കൊണ്ട് കൊടുത്തു സൈപ്രസിൽ. 2 കാര്യങ്ങളാണ് പറയുന്നത്. ഈ അങ്കാറ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അടിക്കും ഇസ്രായേൽ എന്നുള്ളതാണ് പരക്കെ ഇപ്പോൾ അറിയപ്പെടുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ തുർക്കിയിൽ വലിയ ബഹുജന പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പിന്നിലും ഈ ഇസ്രായേലും മറ്റുമാണ് എന്നൊരു ചിന്ത ഇപ്പോൾ ഈ തുർക്കിക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, തുർക്കിയുടെ വിവിധയിടങ്ങളിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ സജീവമാണ്. ഇപ്പം നമ്മൾ കരുതും ഈ അമേരിക്കയും ഇസ്രായേലും ഒക്കെ തീവ്രവാദികൾക്കെതിരാണ്. അവർ പോറ്റി വളർത്തുന്ന തീവ്രവാദി ഗ്രൂപ്പുകളും സിറിയയിലും യമനിലും ഒക്കെ ഉണ്ട്. നമ്മൾ കണ്ടതാണ്. സിറിയയിലെ ഭരണം ഇപ്പോൾ ട്രംപാണ് നിയന്ത്രിക്കുന്നത്. ട്രംപിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകളെ പിടിച്ചാണ് അവിടെ എത്തിക്കുന്നത്. യമനിലെ ഈ ISIS-ന്റെ തന്നെ മറ്റൊരു ഗ്രൂപ്പിനെയാണ് ഇവന്മാരെല്ലാം കൂടെ പിടിച്ച് അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം തരാതരം കണക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും. അതുപോലെ തന്നെ തുർക്കിയിലും വിവിധ ഇടങ്ങളിൽ ഇവരുടേതായ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇവർ പിന്തുണയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ തങ്ങൾക്കെതിരെ ശല്യം വരുവാണ് ഇവന്മാരെ കൊണ്ട് ഒതുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത്യന്തം കലുഷിതമായി നിൽക്കുകയാണ് അത്.
തുർക്കിയെ അടിക്കുമോ? പലരും പറയുന്നത് നാറ്റോ രാജ്യമാണ്, അടിക്കില്ല എന്നുള്ളത്. അത് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു നയം. കാരണം ഉം. പിന്നെ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ ഏത് രാജ്യത്തായാലും, അത് അമേരിക്കയുടെ സൗഹൃദ രാജ്യമായാലും തങ്ങൾ ആക്രമിക്കും. അത് തങ്ങളുടെ ഒരു നയമാണ് ഉം. എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുമ്പോൾ അത് ഇതാണല്ലോ. ഇപ്പൊ സൈപ്രസുമായിട്ടുള്ള ഒരു സംഘർഷം, സൈപ്രസ് ഗ്രീസ് ഇതുമായിട്ടുള്ള ഒരു സംഘർഷവും ഇസ്രായേലുമായിട്ടുള്ള ഇതും കൂടെ കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു അടി കിട്ടാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇല്ലെങ്കിൽ തുർക്കി ഭയക്കുന്നത് അവിടെ ഭീകരാക്രമണമെങ്കിലും തുർക്കിയിൽ ഉണ്ടാകുമെന്ന് തുർക്കി ഭയക്കുന്നു. ഇങ്ങനെ വന്നു കഴിയുമ്പോഴും പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാകുന്ന ഒരു സാഹചര്യം വരും. ഇവിടെയും പാകിസ്ഥാൻ ഒരു നിർണായക റോൾ എടുക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം ഇങ്ങനത്തെ ഒരു സഖ്യം വിപുലമാകുകയാണ് എങ്കിൽ സ്വാഭാവികമായി തന്നെ വലിയേട്ടനായിട്ട് നിൽക്കുന്ന പാകിസ്ഥാനിനകത്ത് ഇടപെടേണ്ടി വരില്ലേ? അതൊരു വിഷയം. രണ്ടാമത്തെ കാര്യം, ചൈന അടഞ്ഞു നിൽക്കുന്നു, ഇപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യ അടഞ്ഞു നിൽക്കുന്നു. ഇറാനെ വെറുപ്പിച്ചുകൊണ്ട് എങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇതിന്റെ ഇടയിലൊക്കെ നിന്നിട്ടാണ് ഈ ഒരു കളി ഇപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇതിനകത്ത് പെട്ടുപോകുന്നത് പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യം തന്നെയായിരിക്കും. കാരണം സൗദി അറേബ്യ കണക്ക് ഒരു രാജ്യം അവര് ഈ പറയുന്ന ബോംബുകൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ അവർ ചിലപ്പോൾ ഒരു പണം നൽകിയെന്നിരിക്കാം. പക്ഷെ അവരൊരിക്കലും ഒരു യുദ്ധത്തിലേക്ക് നേരിട്ട് പോയിട്ട് അവരുടെ രാജ്യത്തെ പിന്നോട്ടടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ രാജ്യം തകർക്കാനോ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ തകർക്കാനോ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കണ്ടതാണ് ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൽ അവരുടെ കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല. ഹമാസുമായിട്ട് സംഘർഷം നടക്കുമ്പോൾ അവർ കുറെ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്നല്ലാതെ അവരുടെ സൈന്യത്തെ അയക്കുകയോ ഇല്ലെങ്കിൽ മറ്റൊന്നും ചെയ്തിട്ടില്ല. മുന്നിൽ ചിലർ പറയുന്നത് അമേരിക്കയുടെ കളിയാണ് എന്നുള്ളത്. അമേരിക്കയുടെ കളിയാകാൻ സാധ്യത ഉണ്ടാകും. അമേരിക്കയുടെ കളിയാണെങ്കിലും ആരുടെ കളിയാണെങ്കിലും ആത്യന്തികമായി അടി കൊടുക്കേണ്ടവരൊക്കെ പാകിസ്ഥാൻ അടി കൊടുക്കും. അതുമാത്രവുമല്ല, ഇപ്പൊ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നു ഇസ്രായേൽ ഇനി അടുത്ത് ലക്ഷ്യം വെക്കുന്ന രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് തുർക്കിയും മറ്റൊന്ന് പാകിസ്ഥാനുമാണെന്ന്. അങ്ങനെ ഇസ്രായേൽ പാകിസ്ഥാനിൽ അറ്റാക്ക് ചെയ്യുകയാണ് സ്വാഭാവികമായി സൗദി അതൊരു യുദ്ധപ്രഖ്യാപനമായി കണ്ടുകൊണ്ട് ഇസ്രായേലിന് നേർക്ക് മിസൈലുകൾ അയക്കുമോ? അതൊരു ചോദ്യമാണ്. അങ്ങനെ അയച്ചാൽ എന്താകും അവിടുത്തെ സ്ഥിതി? ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് എന്തായാലും വാങ്ങിച്ചു കൂട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവർ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത കാര്യമാണ്, ഞങ്ങൾ പാകിസ്ഥാനെ അടിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനെ ആകുമ്പോൾ സൗദിയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും, ഇല്ലെങ്കിൽ യു എയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? അവർക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുമോ? ഒരു ഭാഗത്ത് ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന അമേരിക്ക നിൽക്കുമ്പോൾ ആ സഖ്യത്തിനെതിരെ സൗദിക്ക് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്താൻ കഴിയുമോ? ഇല്ല. ചൈനയും പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ വരാൻ കഴിയുമോ? അതും നടക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള അതുകൊണ്ടാണ് സൗദി ബുദ്ധിപൂർവമായ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. ഈ ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയോ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ആസ്പദമാക്കിയോ ഒരു രാജ്യത്തെ ആസ്പദമാക്കിയോ അല്ല ഈ സഖ്യമെന്ന് അവർ എടുത്തു പറയാൻ കാരണം അവർക്ക് നന്നായി അറിയാം ഇവനൊരു തല്ലുകൊള്ളിയാണ്, ഇവനെ കൊണ്ട് നടന്ന് ഇവനെ എല്ലാ സഹായത്തിനും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കും കിട്ടും, അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, പൈസ വല്ലതും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് ഈ അടി വാങ്ങാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ടീമിനടുത്ത് എങ്ങനെയാണത് വെക്കുന്നത്? അതുകൊണ്ട് തന്നെ ആ കരാറിൽ നമ്മൾ ഇപ്പൊ ഈ ചർച്ച ചെയ്യുന്ന ഒരു സംഭവങ്ങളാകണമെന്നില്ല ഒരുപക്ഷെ. അതിനകത്ത് ഇങ്ങനെ ഈ പുറമേ മാധ്യമങ്ങളൊക്കെ പറയുന്നത് നാറ്റോ സഖ്യം പോലെയൊക്കെ ആണെന്ന്. അങ്ങനെ കൈവിട്ട് കളിക്കുമോ എന്നുള്ളത് കാര്യം സംശയവുമാണ്. അതാണ് അതിന്റെ ഒരു അവസ്ഥ. അതായത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ പെട്ടു എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ആ രാജ്യം അങ്ങനെയാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർ ഏത് നിമിഷവും ഇത് കണക്കുള്ള, കാരണം സ്വന്തം രാജ്യത്ത് തന്നെ തീവ്രവാദികളുടെ ആക്രമണം നടക്കുന്നു, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഏത് നിമിഷവും ആക്രമണം അവർ വായിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ടൊക്കെ ഇപ്പൊ ഈ വിധി കടന്നു പോകുന്നത് അവർക്കൊന്ന് ജീവിക്കാൻ പണം വേണം. രണ്ടാമത്തെ കാര്യം, അടി കിട്ടുമ്പോൾ കരയാനെങ്കിലും ഒരാൾ കൂടെ വേണ്ട, ആശ്വസിപ്പിക്കാനെങ്കിലും ഒരു പിന്തുണയ്ക്കൊരു കണ്ടതാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ സകലമാന രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിലകൊള്ളുകയായിരുന്നു, ഇന്ത്യ പിന്തുണച്ച് വരികയായിരുന്നു. അപ്പൊ അവരെ പിന്തുണയ്ക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? അങ്ങനെയാണ് ഇപ്പൊ ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ. പക്ഷെ അവരൊക്കെ എത്രത്തോളം ഇതിനകത്ത് വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയാസ്പദമാണ്. ഇപ്പോൾ നിലവിലുള്ള ഇപ്പൊ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ഇതാണ്. കാരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാൻ നേരെ ഒരു അറ്റാക്ക് വന്നാൽ സൗദി പാകിസ്ഥാന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നാളെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ആക്രമണം നടന്ന് ഇന്ത്യക്കെതിരെ സൗദി ആക്രമണം നടത്തുമോ? ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. പിന്നെ അമേരിക്കൻ ചൈനയ്ക്കൊക്കെ എപ്പോൾ വേണമെങ്കിൽ കയറി അവിടെ ബോംബിട്ടിട്ട് പോകാവുന്ന ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നും കൊണ്ട് എനിക്ക് തോന്നുന്നില്ല തലവെക്കും. പിന്നെ ഇറാനും പാകിസ്ഥാനുമായിട്ട് അതിർത്തി സംഘർഷം എന്നുമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും കൊലവെപ്പും ഒക്കെയാണ്. ഈ ഹൂത്തി വിമതരും സൗദിയായിട്ട് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇടപെടുമോ? അത് അടുത്ത ചോദ്യമാണ്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇറാൻ പാകിസ്ഥാൻ ബന്ധം പിന്നെയും ക്ലാഷ് ആകില്ലേ, പിന്നെയും ബുദ്ധിമുട്ടാകില്ലേ? അപ്പൊ അത് കൂടുതലിടങ്ങളിലേക്ക് ആകും. അപ്പൊ ഇതിലെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്കൊരു ലോജിക്കായിട്ട് തോന്നുന്ന ഒന്നും തന്നെ ഇല്ല ഈ കരാറിൽ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കരാറിൽ അതിന് മുമ്പ് ബ്രഹ്മോസ് മിസൈലിന് ഒരു കരാർ ഒപ്പിടാനിരിക്കുകയാണ് സൗദി അറേബ്യ. അതായത് നമ്മുടെ മിസൈലാണ് അവർ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു വിചിത്രമായ കാര്യമാണ്. അപ്പോൾ ഇത് എന്താണ് എന്നുള്ള പിടുത്തമില്ല. ഏതായാലും ഒരു കാര്യം ആത്യന്തികമായി ഒറ്റ റിസൾട്ടേ ഉള്ളൂ, അടിമേടിക്കാൻ പാകിസ്ഥാൻ മാത്രമേ കാണൂ, വേറെ ആരും കാണില്ല കൂടെ. അതാണ് അതിന്റെ ഒരു റിസൾട്ട്. അല്ലാതെ ഈ നാറ്റോ ഈ സൗദി കളമറിഞ്ഞ് കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
സൗദി അതങ്ങനെ വെച്ചിരിക്കുന്നത് വെച്ചാൽ അവർക്ക് ഈ മേഖലയിൽ ആണവ രാജ്യമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. മുമ്പ് അവരുടെ ഈ ഉം. ആണവ ഇതിന്റെ ചുക്കാൻ പിടിച്ച ആൾ തന്നെ എഴുതിയ ബുക്കാണ് നേരത്തെ തന്നെ ശ്രീ ധനുഷ് പറഞ്ഞത്. അതെ അതെ അതിനകത്ത് അതെ. പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം ഒരു പക്ഷേ. കാരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ അമേരിക്ക പാകിസ്ഥാന്റെ ആണവ ഇതിന്റെ ന്യൂക്ലിയർ പവറിന്റെ നിയന്ത്രണം മുഴുവൻ അമേരിക്കയുടെയാണ്, അമേരിക്ക അത് സൗദിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതാണ് കാരണം പാകിസ്ഥാനിൽ അത് കൊടുക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ അത് ഉപയോഗിക്കണമെങ്കിലും അമേരിക്കയുടെ പെർമിഷൻ വേണം. അപ്പോൾ സൗദിയിൽ, അപ്പോൾ സൗദിയും അക്ഷരാർത്ഥത്തിൽ സ്വന്തമായിട്ട് ആണവായുധങ്ങൾ ഇല്ലെങ്കിലും ആണവ ആയുധത്തിന്റെ ഒരു പോയിന്റ് അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ആണവായുധങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾക്ക് ആണവ ആയുധങ്ങൾ ഉം. ഉണ്ടാക്കി നൽകാമെന്ന്. ഇത് അമേരിക്ക ഭയപ്പെടുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ എന്തുകൊണ്ടാണ് ഇറാനെതിരെ അറ്റാക്ക് നടത്തുന്നത് ഇവര്? ഇറാൻ ഒരു ആണവ ഉം. രാജ്യമാകുന്നതിന് അല്ല പ്രശ്നം. ഇറാൻ ഈ ആണവായുധങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹൂത്തികളുടെ കയ്യിലെത്തും, ഹിസ്ബുള്ളയുടെ കയ്യിലെത്തും, ഹമാസിന്റെ കയ്യിലെത്തും. പിന്നെ ഈ അതെ. നടക്കുന്നതൊന്നും ചെറുതായിട്ടുള്ള മിസൈൽ അറ്റാക്ക് ആയിരിക്കത്തില്ല. ഈ ആണവായുധങ്ങൾ എടുത്തിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉം. വിട്ടുകളയും. ഉം. ഉം. അതുകൊണ്ടാണ് എതിർക്കുന്നത്. കറക്റ്റ്. സമാനമാണ് ഇപ്പൊ പാകിസ്ഥാൻ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? ഇസ്രയേൽ കയറി അടിക്കാതിരിക്കില്ല. കാരണം ഹമാസിന്റെ ഇപ്പൊ കൂടുതൽ പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് മുനീറിന്റെ നേതൃത്വത്തിലാണ്. അവരുടെ സൈനിക താവളങ്ങളിൽ വെച്ചിട്ടാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. അടിക്കുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ്. അപ്പൊ ഇവർക്കൊക്കെ ആണവായുധം സപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ഉറപ്പിലാണ് ഇപ്പോൾ ഈ സഖ്യം രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ആ സഖ്യത്തിന് വലിയ ആഴവും പരപ്പുമൊന്നും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ടാണ് ഈ പാകിസ്ഥാന്റെ പക്കൽ നിന്ന് നേരത്തെ തന്നെ ഇതിന്റെ കൺട്രോൾ മുഴുവൻ അമേരിക്ക കൊണ്ടുപോയത്. കാരണം അവർക്ക് ഉം. നന്നായി അറിയാം ഇത് എത്തേണ്ടവരുടെ എത്തും എന്നുള്ളത്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഭയക്കുന്നത് അതാണ്. കാരണം ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ആണവായുധം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും നമുക്കും തോന്നും, എടാ ഇറാൻ ആണവോർജ്ജം നിർമ്മിക്കുന്നത് എന്താ, ആണവ പ്ലാന്റുകൾ നിർമ്മിക്കുന്നത് തെറ്റെന്താണ്? കാരണം ഒരു രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യത്തിന് അത് അത്യന്താപേക്ഷിതമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഉം. ഇവർ ആയുധം ഉണ്ടായി കഴിഞ്ഞാൽ റീറ്റെയിൽ കട തുടങ്ങും, ഇവര് ഹോൾസെയിലും റീറ്റെയിലും തുടങ്ങും. എന്നിട്ട് പതുക്കെ പതുക്കെ അത് വിതരണം ചെയ്യും, തുർക്കിയുടെ പക്കൽ എത്തും. ഇവർക്ക് കൊടുക്കാൻ ഉം. പറ്റുന്നിടത്തൊക്കെ ഇവർ കൊടുക്കും ഈ സാധനം. ഇറാഖിലുള്ള ഉം. മിലീഷ്യസിന്റെ കയ്യിലെത്തും, പലയിടത്തും എത്തും. പിന്നെ ഈ ലോകം കാത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ റോക്കറ്റ് ലോഞ്ചറിൽ കൂട്ടുള്ള ചെറിയ സാധനങ്ങളായിരിക്കത്തില്ല, ആണവായുധങ്ങൾ തന്നെ പ്രയോഗിച്ചു കളയും. ഇപ്പം ഉം. സൗദി അടക്കമുള്ള രാജ്യങ്ങളെടുത്ത് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്ന സാധനം ഇത് തന്നെയാണ്: ഞങ്ങൾ നിങ്ങൾക്ക് ഇത് തന്നേക്കാം, സംരക്ഷണം തന്നേക്കാം, നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ ഒരു ആണവ രാജ്യമായി തന്നെ നടന്നോളൂ, ഞങ്ങളുണ്ട് പിന്നിൽ ഉം. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു പിന്നാമ്പുറ കഥ. ഏതായാലും പാകിസ്ഥാൻ അത്ര വിശ്വാസത്തിലെടുത്ത് മുൻപോട്ട് പോകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് തോന്നുന്നില്ല. കാരണം അവരിപ്പോൾ അഫ്ഗാനിസ്ഥാനും കൂടി വ്യോമത്താവളം തുറക്കുന്നു, മറ്റൊന്നും അല്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉം. ചൈനയുമായി നല്ല ചങ്ങാതത്തിലായിരുന്നു. അതുകൊണ്ട് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന അവർക്കും അറിയാം, ഇവർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും സൗദിയുടെ പ്രസ്താവന വന്നതോടുകൂടി ആ ഒരു സംശയങ്ങൾ ഏറെക്കുറെയൊക്കെ ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ പാകിസ്ഥാൻ അടികിട്ടുമ്പോൾ സൗദി വരുമോ എന്ന് ചോദിച്ചാൽ വരാൻ യാതൊരു സാധ്യതയുമില്ലെന്നാണ് സൗദിയുടെ പ്രസ്താവനയിൽ തന്നെ മനസ്സിലാകുന്നത്. അതായത് ഭീകരവാദം അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ ഉണ്ട്, നീ അടി മേടിച്ചോണം, ഞാൻ അതിലില്ല. പിന്നെ വലിയ ഒരു എന്താ രാജ്യം പിടിച്ചടക്കുന്ന രീതിയിലുള്ളതോ വലിയ കാഷ്വാലിറ്റി ഉള്ളതോ ഒന്നുമില്ല. പിന്നെ ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ മിടുക്കന്മാരായ സൈനികർക്ക് അങ്ങനെ വലിയ കാഷ്വാലിറ്റി ഉണ്ടാകാതെ ഭീകരന്മാരെ അങ്ങനെ ഓടി നടന്ന് ഉറുമ്പിനെ കൊല്ലുന്ന പോലെ കൊല്ലാനുള്ള ടെക്നോളജി ഉള്ളപ്പോൾ പിന്നെ അതിന്റെ ആവശ്യവുമില്ല. ഇന്നലെ ഞാൻ മറ്റൊരു വാർത്ത കൊടുക്കുന്നുണ്ട്, അതെനിക്ക് വലിയൊരു അത്ഭുതം തോന്നി. ഇസ്രായേലില് ലേസർ പ്രതിരോധ സംവിധാനം അവർ തുടങ്ങിയിരിക്കുന്നു. അത് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അയൺ അവർ ബീം. അവരുടെ ടൈംസ് ഓഫ് ഇസ്രായേൽ അതിന്റെ ഇട്ടിരിക്കുന്നു. അതൊരു വലിയ സംഭവം, ഒരു വലിയ മുന്നേറ്റം തന്നെയാണ്. ഇപ്പൊ ഇസ്രായേൽ അത് അതെ. ഇറക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അടുത്തത് ഇന്ത്യയിലേക്കാണ് അത് വരുന്നത് എന്നുള്ളതാണ് അതിന്റെ അതിന്റെ ഏറ്റവും മറ്റൊരു വലിയ പ്രത്യേകത എന്താ വശം അറിയോ കൂടി. ബിചേട്ടാ? ഒരു മിസൈലിനെ തകർക്കാനായിട്ട് $2 മതി. $2. ആ, അത് വന്നു കഴിഞ്ഞാൽ എന്താ ലോകത്തിന്റെ സ്ഥിതി തന്നെ മാറി മറിഞ്ഞില്ലേ അത്? ഉം. അതായത് $2 ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ 170 രൂപയ്ക്ക് ഒരു മിസൈൽ തകർക്കാൻ പറ്റും. മിസൈലിന്റെ വില അതെ അതെ. $10,000 $15,000 ആയിരിക്കും അല്ലേ? ഉം. ഉം. കാലം ഉം. ഉം. പോയൊരു പോക്ക്.